സോ അൺപാക്ക് ചെയ്തു. ഇനി താഴത്തേക്കോട്ടെ ഫുഡ് കഴിക്കണം, പോകണം. 10:30 ഇറങ്ങണം. 10 മണിയായി. ഓക്കെ, അങ്ങനെ 2 ടൈപ്പിലെ ബ്രെഡാണ് കൊടുത്തേക്കണേ. സാലഡ് ഇപ്പോൾ വരും. ഇവിടെ പീനട്ടുണ്ട്, 2 മുട്ടയുണ്ട്. വൈകുന്നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. Yes guys, we are going to sound check. Yes. 1 എടുത്ത് കഴിഞ്ഞുള്ളത് വരെ Day 3 ആയി. അതായത് നവ്യക്കിട്ട് അടിച്ചു കൊടുത്തതല്ലേ. അവയെ വിചാരിച്ച് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പൂവൊക്കെ വെച്ച് അങ്ങോട്ട് ഇറങ്ങിയോണ്ട് 2 ലക്ഷം രൂപ. ഓണ സീസണൊക്കെ ഇപ്പൊ ഇവർക്ക് ഞാൻ നന്നായിട്ട് അറിയാം. നിങ്ങൾ നാട്ടിലെവിടെ സ്ഥലം? ഞാൻ കളമശ്ശേരി. എല്ലാവരും എറണാകുളം ബേസ് ചെയ്താൽ ഇവർ കോട്ടയം, ഡ്രമ്പ് കോട്ടയം. നമ്മുടെ നാട്ടുകാരാണ്. ഒരു ഭയങ്കര പരിചയക്കാരായി. വീഡിയോ കോൾ ചെയ്യുന്നു കസിൻസിന്. നമ്മുടെ ആളാണ്. ഞാൻ കോട്ടയം ടൗണിലാണ്. കാഞ്ഞിരപ്പള്ളി കുറച്ച് ഔട്ടറാണ്. മലയാളി തിങ്സ് ഹാപ്പനിങ്. മലയാളി തിങ്സ് ഹാപ്പനിങ്. എനിക്ക് തോന്നുന്നു വേൾഡിലെ 5 വരുന്ന യൂണിവേഴ്സിറ്റിയിലൊന്നാണ്. ആ സൈഡ് മാത്രമേ യൂണിയൻ ഉള്ളൂ. പഠിക്കാൻ വരുന്ന കൂടുതൽ പേര് തൂമ്പ പോലെ സ്ഥലങ്ങളിലേക്ക് അല്ല, ഇങ്ങനെ പഠിച്ചോണ്ടാണ് ഞാനൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനേ സത്യം അത്യാവശ്യം എന്റെ കൂട്ടുകാർ. ഞാൻ +2 ഫെയിലാണ്. ഡബിൾ പിജി ഉണ്ട് എനിക്ക്. അത് ശരി, ഞാൻ പഠിക്കില്ല. ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം നാട്ടിൽ ഇത്രയില്ല. എനിക്കിപ്പോ ഇപ്പൊ എന്റെ ഒരു ഇത് വെച്ച് ഞാനിപ്പോ നാട്ടിൽ ഒരു DYSP ഒക്കെ റാങ്ക് ഇരിക്കണം. അത് നന്നായില്ലേ? അതുകൂടെ വരാൻ പറ്റിയില്ലേ? അതായത് ഞാൻ സ്പോർട്സ് കാരനായിരുന്നു. അപ്പൊ സ്പോർട്സ് കോട്ടയിൽ കയറിയപ്പോ എനിക്ക് സ്റ്റേറ്റ് കളിച്ചാൽ, പക്ഷെ യൂണിവേഴ്സിറ്റി കളിച്ച സ്റ്റേറ്റ് കളിക്കുമായിരുന്നു, സന്തോഷ് ട്രോഫി കളിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് കയറ്റിപ്പോയായിരുന്നു. അല്ല, അതുകൊണ്ടൊന്നും ഷെഫായില്ലേ? ആ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ PG ഹോട്ടൽ മാനേജ്മെന്റ് പോയി. അങ്ങനെ എല്ലാം നല്ലതാണ്. നമ്മളിപ്പോ നമുക്ക് തരുന്നത് നല്ലതാ ഓരോ നിമിഷവും. അല്ല, ആ ടൈമില് നമുക്ക് വിഷമമാണെങ്കിൽ പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് അതുവഴി നടക്കാം. പക്ഷെ ഇത് വേറെ നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ ദൈവം. റെന്റ് ഒക്കെ എത്രയാ ഇവിടെ? ഇപ്പൊ ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ എത്ര എന്നത്? ഇവിടുത്തെ 700. എനിക്ക് $1000 എന്ന് പറഞ്ഞാൽ ഇവിടെ സാമാന്യം വെച്ച് നോക്കിയാണ് 50,000 രൂപ ആഴ്ചയിൽ. അല്ല, എനിക്ക് വന്നപ്പോ തൊട്ട് ഇതേ തന്നെ 700 മാറ്റിട്ടില്ല. അത് ചേട്ടൻ എടുത്തതാണ്. സൗകര്യം പോകുവാനുമല്ല, അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ല എന്റെ സ്ഥലം. അയ്യോ, അവിടെ ഉള്ള ചൈനകളും മൊത്തം മസാജ് സെന്റേഴ്സ് മൊത്തം ഉണ്ട്. അവൻ മറ്റേ കീബോർഡ് വായിക്കും, നന്നായിട്ട് ഫുഡ് കഴിക്കും. വേറെ ഒരു ശീലമില്ലാത്ത നല്ല പയ്യൻ. കഴിഞ്ഞ എത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അത് പിന്നെ കുഴപ്പമില്ല ചേട്ടാ. ഏത് ഫ്ലോറാ? അവിടെയാണോ? എന്റെ മോനെ പൊളി. ഓ സെറ്റ്. Hey bro, Bilal. Hi. Yes, I am very excited because of this. Oh man. എൻ്റെ ഉണ്ടായിട്ട് ഞാൻ കൊടുത്ത കീബോർഡാണ് ഇതിൻ്റെ വലുത്. സോ എനിക്കിത് കാണാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ടിൻ്റെ ആൾക്കാരെന്തോ സീരീസ് കാണാൻ വന്നിട്ട് ഇവിടെ
എന്തിട്ട് വൈകും വലിയ സ്ക്രീൻ തിയേറ്റർ എഫക്റ്റില് അടിപൊളി. സ്റ്റേജ് പറഞ്ഞ അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് പറ്റിയടാ ഡൗൺ പെടല ഡബിൾ പെടല അവൻ ഡബിൾ പെടൽ നമുക്ക് അവിടുന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വെയിറ്റ് ഉണ്ടായിരുന്നല്ല അത്യാവശ്യം നമുക്ക്. സെറ്റപ്പ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ട സംഭവമില്ലേ, അതെന്താണെന്നറിയാം, ഇവിടുത്തെ ടീംസ് അവര് ചെയ്തേക്കുന്ന ഒരു ഡോക്യുമെന്ററി ആണ്. പക്ഷെ ഭയങ്കര സിനിമാറ്റിക് ക്വാളിറ്റിയിലെ ചെയ്തേക്കുന്നത്. എന്റെ അമ്മ ഇത് ഇടിവിട്ട് കളറായിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടാ. എന്താണ് എന്താ ഉദ്ദേശം? പരിപാടി വൈകിട്ടല്ലേ? ഇന്ന് സാമ്പാറാക്കാൻ പോണ്ടില്ലേ? എന്താ ഉദ്ദേശാവോ? എല്ലാരും പൊളിക്കാതെ വീട്ടിലാണ്, നമ്മ പൊളിച്ചാ മതി. അതെ, ഇന്നാണ് മെയിൻ ഷോ. മുട്ടേക്കാണ കഴിഞ്ഞ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. ഡബിൾ പടലിട്ട് അതിന്റെ വിഷമത്തിലാണ്. വരുമോ? സെറ്റപ്സ് എല്ലാം കഴിഞ്ഞു. ഈ ആൾക്കാർ വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്, ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ സൗണ്ട് ചെക്ക് ഉണ്ട് കേട്ടോ, സൗണ്ട് ചെക്ക് കാണിച്ചാൽ. ഗോട്ട് സം ബാറ്ററീസ്. യെസ്, ഗിറ്റാറിൻ്റെ ബാറ്ററി നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, സോ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത്. സോ വി ആർ ഓൾ സെറ്റ്. എന്തായാലും ഇന്നലെ ചെയ്ത ട്രാക്സ് ഒക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി നോക്കാം. കീബോർഡ് പ്ലെയർ എവിടെയാ? കൊച്ചിയിലെ ട്രിവാൻഡ്രാണ്. ഹസ്ബൻഡിന്റെ വീട് സിഡ്നിയിൽ താരമുണ്ടോ? താരമില്ല, ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. ലാസ്റ്റ് ടൈം വന്ന് ഞങ്ങൾ ഇവിടെ കുറെ പൊളിച്ചിട്ട് പോയാലേ. ഇവിടെ വന്നിട്ട് 76 വർഷം. എവിടെ ഗ്രേഡ് കഴിഞ്ഞോ? ഗ്രേഡ് 2 ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മ്യൂസിക്കിലൊക്കെ വളരെ ഇൻട്രസ്റ്റ്. ശരി. വർക്ക് ചെയ്യണ്ടോ? അപ്പൊ വർക്ക് ചെയ്യുന്നത് ബിസിനസ് IT-ലാണ്. കുറച്ച് ബിസിനസ്. ശരി. ഓക്കെ. ഈ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സൗണ്ട് കാർഡ് ലെഫ്റ്റ് റൈറ്റ്, ഗിറ്റാർ മോണോ അല്ലെ? മൊത്തം 4 വന്ന് 5 എണ്ണം അല്ലേ? എൻ്റെ കറണ്ട് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേപ്പർ അടങ്ങി. സോ ഇനി എനിക്ക് സ്പോട്ടിൽ വന്നാൽ നമ്മുടെ റൂമിൽ കുഴപ്പമില്ലാണത്, പക്ഷെ ഇവിടെ കുറച്ച് സീനാണ്. പേപ്പർ അല്ലടാ, നിനക്ക് വേണോ പേപ്പർ? അയ്യോ പേടിയോടെ. തുടങ്ങി ഗായ്സ്. കീബോർഡ് നോക്കിയാലോ? കീബോർഡ് ഓണത്തിൻ്റെ ഒക്കെ പുട്ടച്ചോടം. എൻ്റെ Thank you.
അവിടുത്തെ കേബിളിനൊക്കെ കണ്ടൊക്കെ പണിയെടുക്കുന്ന അടിപൊളി. 1 second സൗണ്ട് ചെക്കിലാണ്. ഒരു സാധനം കാണിച്ചത് എന്താണെന്നറിയാം, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. മൈക്കല്ലേ ഇവിടെ വെച്ചോ? എന്തിയാ മൈക്കല്ലേ? നിങ്ങളുടെ മൈക്കുകളൊക്കെ എന്തിയാ? എവിടെ വെച്ച്? മൈക്കോ? ഇല്ല ഇവിടെ പോയി. അല്ല ഈ ചാർജ് ഇത് ബാറ്ററി ചാർജിങ് സ്പോട്ടാണ് നമ്മുടെ കൂടെ. ഫുൾ ബാറ്ററി എന്താ മൂടില്ലേ, ഞെട്ടിപ്പോയാച്ച്. ഓക്കെ ഓക്കെ, നല്ല പൈസ ഇവിടുന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ എടുത്തോണ്ട് അവിടെ അങ്ങനെ നല്ല പൈസ ഈ സാധനത്തിന്. ആ നാട്ടിലൊക്കെ മേടിക്കണമെങ്കിൽ ടാക്സ് വേറെ വരും. അപ്പൊ മൂച്ചി കളഞ്ഞതാ. ഏത് എന്നത്? ശരി ശരി. ആ നമുക്ക് ഇങ്ങോട്ട് മാറിയല്ലടാ, വൈഫിനെ ഇങ്ങോട്ട് പഠിച്ചു വിട്. മുതലാളി കഴിക്കാം. ഫുഡ് കഴിക്കാം. വിശക്കിന് സെറ്റല്ലേ സെറ്റല്ലേ. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ല, നമുക്ക് പൊളിക്കും. ബിലാല് ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ട് സദ്യ കഴിക്കാൻ പോവാണ്. സദ്യ മാത്രോ, ടിക്കറ്റ് ഷോയാണ്. അതാണ് കോമഡി. ബിലാലിന്റെ പരിപാടി കാണാൻ വേണ്ടി ആൾക്കാരെ ടിക്കറ്റ് എടുത്ത് കയറുന്നു. എന്താ അവസ്ഥ? അതൊരു നല്ലൊരു ഇതാണ്. താങ്ക് യു പ്രവീണോടെ. ഞാൻ മുതലാളി വന്നു. ഇഷ്ടല്ല പക്ഷെ വിശക്കുണ്ട്. ഓ ഇവിടെ ചെണ്ടക്കാരൊക്കെ ഉണ്ട് ഗൈസ്. പുളിമൂടേഷ് ഫ്ലൈറ്റ് ഒക്കെ കയറിയിട്ട് വന്നതോടെ കൊച്ചിക്കാണോ? കോട്ടയത്ത് ചേട്ടാ ചേട്ടാ കൊച്ചി എത്തി പോയില്ലേ? കൊച്ചിന്ന് അതെ. ഓ തണുപ്പത്ത് വിറക്കണേ. വാഷ് വാഷ് വാഷ്. നല്ല രസമുണ്ട് കേട്ടോ. ഇന്നീറാത്തൊരു ട്രംപിന്റെ ടോണൊക്കെ നല്ല ആൽക്കഹോളിക് അതൊക്കെ എടുത്തിരുന്നു. നമ്മുടെ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ഓണം, ഓണത്തിന് മുന്നേ ഉള്ള ഓണം. ഏത്? അത് ഓസ്ട്രേലിയ. അത് ദൂരെ മലേഷ്യ. അത് ദൂരെ മലേഷ്യ. ഏത് മലേഷ്യ? മുതലാളി കവർ മുതലാളി ഏതും മോഡി എല്ലാം ഫ്രെയിം ചെയ്യാൻ. അതെ, ഓസ്ട്രേലിയൻ ഷെഫാണ്. അതെ, ഇത് ചേട്ടൻ ഉണ്ടാക്കിയതാണോ? ഫുള്ള് വീഡിയോ. പ്രവീൺ ചേട്ടാ, ഇത് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അയ്യോ സാമ്പാറൊന്നുമില്ല തുടങ്ങല്ലേ. അങ്ങനെ വളരെ വിഭവ സമൃദ്ധമായ നല്ല ചോറൊക്കെ കഴിച്ച് കൈ കഴുകാൻ പോവുകയാണ്. ഫസ്റ്റ് ഓണം അടിപൊളി. വലിയ വെയിലില്ലാത്തൊരു കാലാവസ്ഥയിലാണുള്ളത്. ഇങ്ങനെ ക്ലൈമറ്റാണ് ഇവിടെ. ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് പൊളി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കൈ കണ്ട ഭയങ്കര വൈഡ് സ്കൈ ആണ് ഇവിടെ. കുറച്ച്
ഇങ്ങനെയാണെങ്കിലും അവിടെ ഭയങ്കര ഇങ്ങനെ വിശാലത ഒക്കെ ഭയങ്കര കൂടുതലാണ് അവിടെ. അതൊക്കെ ഭയങ്കര ഒരു വേറൊരു മൂട, ഭയങ്കര വിട്ടാണ് ഇവിടുത്തെ ഈ ആകാശം. അത് ഫോണിൽ കറക്റ്റ് കിട്ടണില്ല, കണ്ണുകൊണ്ട് തന്നെ കാണണം. Set the show, guys. Yes. Behind the scene. Hey, Ara. Set it. ഞാൻ വിചാരിച്ച റഫീഖിന്റെ തലടിച്ചാണ് ബാക്ക് സ്റ്റേജിൽ ഫുള്ള് അല്ലെങ്കിൽ ആ പോയിരിക്കാൻ പോവാൻ പോയതാ. മേക്കപ്പ് ഒന്നും ശരിയില്ല. മോഡേൺ ആൻഡ് ട്രഡീഷണൽ. എന്തിവിടെ പാലായനോ? ഇതാണ് അവസ്ഥ. പാലായനോ? അതെ. എത്ര ഡ്രസ് മാറി? എത്ര ഡ്രസ് മാറി? എത്ര ഡ്രസ് മാറി? ഇതിപ്പോ മറ്റേ പിച്ചക്കാരെ പോലെ അതാ ചോദിച്ചേ, പാലായനോ? എന്റെ സാധനങ്ങൾ കൊണ്ടുപോട്ടെ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്ത പരിപാടിക്കുള്ള പ്രൊമോഷൻ എടുത്തത് ഓൾറെഡി എടുത്തതാണ്. ഇയാള് റെക്കോർഡ് ബട്ടൺ ഒക്കെ മറന്നു. അടിപൊളി. വീണ്ടും തമ്മി പോവോ? അതൊക്കെ സംസാരിക്കാൻ ഞെക്കിയാതി. ചേച്ചി ചേച്ചി ഞെക്കിയ ആ കെയിൻസ് കെയിൻസ് ഒരുപാടുണ്ടല്ലോ. വാ സെയിം ഫ്രെയിം സെയിം ഫ്രെയിം. കെയിൻസ് കെയിൻസ് അടുത്ത കെയിൻസ് കെയിൻസ് കെയിൻസ്. പോവാം 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 പോവാം. ഇത് ഈ സ്ഥലം ഭയങ്കര ഫേമസ് അല്ലേ? നോർവെസ്റ്റ് സിഡ്നി. ഫേമസ് ആണ്, ഫേമസ് ആണ്. ചർച്ച് എന്താണ്? കൺവെൻഷൻ സെന്റർ ആണ്. ഓ ഇതോ ഇവിടെ ഒരു 1000 ആണ് ഇതിന്റെ കപ്പാസിറ്റി. കപ്പാസിറ്റി. ഇവിടെ ഒരു 8-10 കൺവെൻഷൻ സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ. അവിടെയുള്ള പ്രോഗ്രാം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നു. സുഭാഷ് ഏട്ടൻ വലിയൊരു സിംഗറാണ്, കുക്കാണ്. നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വരൂ. ഞാനേ ഞങ്ങൾക്ക് ടോക്ക് ബാക്ക് മൈക്ക് ഉണ്ട്, അത് വെച്ചിട്ട് സുഭാഷ് ഏട്ടൻ സാലഡ് കഥ പറയാൻ. സാലഡ് എന്ന് പറഞ്ഞില്ലേ? സാലഡ് സാലഡ് ആത്മാ. വന്ന് 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 അല്ല കാറ്റ്. അയ്യേ അവിടുന്ന് പോയിട്ടുണ്ട്. ഉണ്ടാ ഉണ്ടാ ഇല്ല ഇവിടെ ഇല്ല. ആ വന്ന് 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 ഇനി എന്താ വർത്തമാനം പറ, വർത്തമാനം പറ. കാറ്റ് പോട്ടെ. വർത്തമാനം പറ. അത് നിങ്ങൾ കയറില്ലേ? ഇത് ലാസ്റ്റ് ആക്കണത്, ഇത് ലാസ്റ്റ് കയറണേ. അതങ്ങനെ ആ മൈൻഡിൽ ഇങ്ങനെ ഇതാക്കണം. ചേട്ടാ നെഗറ്റ്സ് കിട്ടും. നോർത്ത് ഇന്ത്യൻ വേണ്ട ലോലിപോപ്പ് അത് പിന്നെ നാട്ടിൽ നിന്നാ പോരെ ഇങ്ങോട്ട് തന്നെ. മതി. ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കറങ്ങി നമ്മൾ സാധനങ്ങൾ മേടിക്കണം. ഇത് ഇത്രയും വലിയ വണ്ടിയാണ്ട് അവിടെ കയറ്റാൻ പറ്റില്ല. പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഷോയൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ റൂമിലെത്തി. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, ഷോൻ്റെ ആൾക്കാർ. സോ അവരെ കാണാൻ പോകും. വൻ പരിപാടിയാണ് ഇവിടെ.
ഇതിന്റെ അകത്ത് മറ്റു പല പരിപാടികളൊക്കെ ഉണ്ട്. ഇളക്കി കോരി ഒരു പഴയ കാര്യം കാല് കാല ഇതാണ് ഗൈസ് ടിം ടാം. കഴിച്ചു നോക്കാം. സമയം രാത്രി 2 മണി. സുമല്ല കാണി